തീരദേശവാസികൾ നേരിടുന്ന വിവിധ പ്രതിസന്ധികളിലേക്കാണ് നമ്മൾ പോകുന്നത്. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. അഭിജിത്ത് മുഴക്കുന്ന്, അരുൺ സോളമൻ, സ്വാന്തന സാജു, അഞ്ജന അനിൽകുമാർ, ദിലീപ് ദേവസ്യ, ശരത് എസ് എസ്, സിനോജ് തോമസ് എന്നിവർ ചേരുകയാണ്. ആദ്യം നമുക്ക് കൊല്ലത്തേക്ക് പോകാം. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 5 ജില്ലകളിലാണ് റെഡ് അലർട്ട്, 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴ കനത്തതോടുകൂടി തന്നെ കൊല്ലത്ത് തീരദേശവാസികൾ വലിയ ആശങ്കയിലാണ്. തീരത്ത് കടലാക്രമണ ഭീതിയിലാണ് ജനങ്ങൾ കഴിയുന്നത്. കൊല്ലത്ത് നിന്ന് മുണ്ടയ്ക്കൽ വെടിക്കുന്ന് ബീച്ചിൽ നിന്ന് ദിലീപ് ദേവസ്യാണ് ചേരുന്നത്. ദിലീപ്, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് ആ മനുഷ്യർ കടന്നു പോകുന്നത്. അവരെന്താണ് പറയുന്നത്? ഇപ്പോൾ ആ തീരപ്രദേശത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. റോഷ്നി, തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്ന എൻ്റെ താഴ്ഭാഗത്ത് നോക്കൂ, വലിയൊരു ഗർത്തമാണ്. നോക്കൂ, ഈ കടലെടുത്ത സ്ഥലങ്ങളാണ്. ഇവിടെയെല്ലാം തന്നെ നേരത്തെയൊക്കെ വീടുകൾ ഉണ്ടായ സ്ഥലങ്ങളാണ്. നൂറുകണക്കിന് വീടുകൾ കടലെടുത്ത് പോയിരിക്കുന്നു. ഇനി ഒരു വീട് ഞാൻ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരാം. ആ വീട് ഏത് നിമിഷവും കടലിൽ പോകാൻ തക്കവണ്ണം ചെരിഞ്ഞ് നിൽക്കുകയാണ്. വീട് വീഴുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വീട്ടിലേക്ക് കടലെടുക്കുന്നതിന് മുമ്പ് തന്നെ പല തവണ അധികൃതരോട് പറഞ്ഞതാണ്. ആ വരിയിലുള്ള എത്രയോ വീടുകൾ കടലെടുത്ത് പോകുന്നു, രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബങ്ങളെല്ലാം തന്നെ വന്നതാണ്. പക്ഷേ ഇവിടെയൊന്നും ഒരു കടൽ ഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു സങ്കടമാണ് പറയുന്നത്. ഏത് നിമിഷവും ഈ തിരമാലകൾ ഇവരുടെ വീട്ടിലെത്തുമെന്നുള്ള ഒരു ആശങ്കയിൽ കഴിയുന്ന വീട്ടുകാരാണ്. അമ്മ, എത്ര കാലം ഈ കടൽക്ഷോഭം തുടങ്ങിയിട്ട് അവരോട് ആരോടും പറഞ്ഞിരുന്നോ? എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടെയ്നർ വന്നപ്പോൾ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ടായിരുന്നു. ചാനലുകാർ വന്നു, പിന്നെ പത്രക്കാർ വന്നു, എല്ലാ ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ടായിരുന്നു. അവരോടും ഞങ്ങളുടെ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. 100 കണക്കിന് വീടില്ലായിരുന്നു. 100 കണക്കിന് വീടുണ്ടായിരുന്നു. ഈ വരി മൊത്തം വീടായിരുന്നു. പിന്നെ അപ്പുറത്ത് 3 വീടാ. ഞങ്ങൾ കഷ്ടപ്പെടുക ഇതുമായിട്ട് കിടന്നു. ഞങ്ങൾക്ക് വെള്ളമില്ല, കറണ്ടില്ല, എന്തെല്ലാം പാടാ ഞങ്ങൾ ഇവിടെ നിന്നറിയാം. രാത്രി ഉറക്കമില്ല. കാര്യം കടലെപ്പോൾ കയറും, ഞങ്ങൾ എപ്പോൾ ഇവിടുന്നു ഞങ്ങൾ എടുത്താൽ കാലും കയ്യും ഒക്കെ വയ്യാത്ത ആളുകളാണ് ഞങ്ങൾ. ആ ഒരവസ്ഥ ഒരു മനുഷ്യർ വന്ന് എന്താണെന്ന് ചോദിക്കണ്ടേ? ആരും വരത്തില്ല ഞങ്ങളോട് എന്താണെന്ന് ചോദിക്കാൻ. അതാ ഞങ്ങൾക്ക് സങ്കടം. ചേച്ചി, ഇവിടെ വലിയ കഷ്ടപ്പാട്. ആ, കടലേറുന്നു, കുഴപ്പമായിട്ടിരിക്കുക. ചേട്ടാ, ഇത് നമ്മൾ ഈ MLA അടുത്തൊക്കെ വന്ന് അന്ന് നമ്മൾ സമരമടക്കം ചെയ്തിട്ടും പിന്നീട് ഒരു ഫലം ഉണ്ടായിട്ട് സമരം നമ്മൾ ചെയ്തായിരുന്നു ഇവിടെ പാലത്തിൻ്റെ അടുത്ത്. അന്ന് കടൽക്ഷോഭം കയറിയപ്പോൾ അതിനുശേഷം പുള്ളിക്കാരൻ വന്നിട്ടൊന്നുമില്ല ഇങ്ങോട്ട്, ഈ പ്രദേശത്തോട്ട് വന്നിട്ടേ ഇല്ല. ഇതുവരെ ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഇപ്പോൾ ഈ ഇടയ്ക്ക് കടൽ കയറിയപ്പോൾ വന്ന് നോക്കിയിട്ട് പോരാ, അല്ലാതെ പുള്ളിക്കാരൻ. ഞാൻ ഒരു സാധനം കൂടെ കാണിച്ചു തരാം. നോക്കൂ, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത് ഒരു വീടിൻ്റെ ഭാഗമാണ്. ഈ വീടിൻ്റെ ഭാഗത്ത് ആ തിര ഇതാ ഇങ്ങ് എത്തിത്തുടങ്ങിയതാ. ഇവിടേക്ക് ഇങ്ങനെ തിര എത്തുന്നു. കടലിങ്ങനെ കയറുമ്പോൾ ഈ കൂടുതൽ മണ്ണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അതോടൊപ്പം തന്നെ ഈ മുകൾ ഭാഗത്തുള്ള വീടുകൾക്ക് ആശങ്കയിലാണ്. ഈ വെടിക്കുന്ന് ഭാഗം, അതായത് മുണ്ടയ്ക്കൽ കടപ്പുറത്തെ വെടിക്കുന്ന് ഭാഗം, ഇത് തിരുവാതിര നഗർ എന്നാണ് പറയുന്നത്. ഈ നഗറിലുള്ള 100 കണക്കിന് വീടുകൾ കഴിഞ്ഞ തവണ കടൽ എടുത്തുകൊണ്ടുപോയി. ഇത്തവണയും അതേ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത്. ജൂൺ മാസമായിട്ടേ ഉള്ളൂ. ആ മാസമായപ്പോൾ തന്നെ ഈ ഭാഗത്തുള്ള മണ്ണുകളെല്ലാം തന്നെ കടലെടുത്തു കഴിഞ്ഞു. അതിനു മുൻപ് തന്നെ പലതവണ ഉദ്യോഗസ്ഥരോടടക്കം നിരവധി തവണ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടി, ഇനി ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ റോഷ്നി, ഈ ആളുകൾക്ക് പോകുന്നതിനുള്ള വഴി മാത്രമാണ് ഇത്. ഏത് സമയവും കടലെടുക്കാവുന്നതാണ്. അത്ര തോതിൽ കടൽ അടിച്ചു കയറുകയും ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഈ ഭാഗവും കടൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ വഴിയും ഇവർക്ക് നഷ്ടമാകും. പിന്നീട് ഇവർ വരുന്നത് വലിയ കഷ്ടമാകുമെന്നാണ് പറയുന്നത്. റോഡെല്ലാം തന്നെ കടലെടുത്ത അവസ്ഥയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് കാണാം. നോക്കൂ, ഈ വീടുകളിലെ പൈപ്പുകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ റോഡിൻ്റെ ടാറെല്ലാം തന്നെ ഇടിഞ്ഞു പോയ ഭാഗം. അതോടൊപ്പം മറ്റ് വീടുകൾ ഭീഷണിയിൽ നിൽക്കുന്നുണ്ട്. ഒരു വീട് ഏത് സമയം നിലം പൊത്താവുന്ന, ഈ വീട്ടിൽ ഇപ്പോൾ ആൾതാമസമില്ല, ഏത് സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഈ വെടിക്കുന്ന് ഭാഗത്തെ 100 കണക്കിന് വീടുകളുടെ അവസ്ഥ കാണിച്ചിരിക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ. കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത് അനാസ്ഥയുടെ ഒരു കാഴ്ചയാണ്. കാരണം നേരത്തെ തന്നെ വർഷങ്ങളുടെ ആവശ്യമാണ് ഇവിടെ ഒരു കടൽ ഭിത്തി കെട്ടണമെന്നുള്ള ആവശ്യം. പക്ഷേ ആ കടൽ ഭിത്തി കെട്ടാത്തതോടുകൂടി തന്നെ ഈ പ്രദേശമൊട്ടാകെ കടലെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് റോഷ്നി.